CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂൾ കലോത്സവത്തിലെ ജനകീയ ഇനമാണ് ഒപ്പന. പൂരനഗരിയായ തൃശൂരിൽ ഒപ്പനയുടെ കൈത്താളം മുഴങ്ങുമ്പോൾ പൂരത്തോളം ആവേശം സദസ്സിലും കാണാം. പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. കൗൺസിൽ നടപടിക്രമങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അജണ്ട പല അംഗങ്ങൾക്കും നൽകിയില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. സർക്കാരിന്റെ വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ജനങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നതിനും ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനുമായി നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം ചേർന്നു. മലപ്പുറം ജില്ലയോട് ആരോഗ്യവകുപ്പ് തുടരുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DM ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കോങ്ങാട് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. പുലാപ്പറ്റ അരിയാനിപ്പാടത്തെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി നശിപ്പിച്ചത്. സ്കൂൾ കലോത്സവത്തിലെ ജനകീയ ഇനമാണ് ഒപ്പന. പൂരനഗരിയായ തൃശൂരിൽ ഒപ്പനയുടെ കൈത്താളം മുഴങ്ങുമ്പോൾ പൂരത്തോളം ആവേശം സദസ്സിലും കാണാം. വടക്കുംനാഥന് സമീപത്തുള്ള വേദിയിൽ ഒപ്പന കളിക്കുമ്പോൾ പൂരവും ഒപ്പനയും ഒന്നാണെന്ന് തോന്നും. പതിഞ്ഞ താളത്തിൽ തുടങ്ങി വേഗത്തിൽ ചുവടുവെച്ച് ഉച്ചത്തിൽ പാടി കാഴ്ചക്കാരിൽ ഇമ്പം നിറയ്ക്കുന്നതെല്ലാം ഒപ്പനയിലുണ്ട്. മണവാട്ടിയുടെ എഴുന്നള്ളത്ത് പൂര വിളംബരമാണ്. വർണ്ണതാള സംഗീതലയങ്ങൾ അലിഞ്ഞു ചേരുമ്പോൾ ചുവടുകൾക്ക് മാറ്റുകൂടും. വെള്ള പെങ്കുപ്പായവും കാച്ചിമുണ്ടും നെറ്റിച്ചൂട്ടിയും ചൂടി തെക്കേ ഗോപുര നടയിലേക്ക് മണവാട്ടികൾ എത്തുമ്പോൾ പൂരം പോലെ ഒപ്പനയും മനം നിറയ്ക്കും. പൂരത്തിന് 8 ദേശങ്ങളാണെങ്കിൽ ഒപ്പനയ്ക്ക് 14 ദേശത്തു നിന്നുള്ള മണവാട്ടികളും തോഴിമാരും എത്തിയിട്ടുണ്ട്.
CCN പാലക്കാട്. മലപ്പുറം ജില്ലയോട് ആരോഗ്യവകുപ്പ് തുടരുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ ജില്ലയിൽ ഏറ്റവും കുറവ് ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഈ ജില്ലയോട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അനുവർത്തിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് സമരത്തിന്റെ ആദ്യ പടിയെന്നോളം മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഈ വാഹനത്തിൽ തൊട്ട് പിറകിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് സിന്ദാബാദ്, DMO ഓഫീസ് മാർച്ച് സിന്ദാബാദ്, പ്രതിഷേധം മുസ്ലിം ലീഗിൻ ഏറ്റവും കൂടുതൽ വൃക്ക രോഗികളുള്ള ജില്ലയായിട്ടും ഒരാളെ പോലും നെഫ്രോളജി വിഭാഗത്തിൽ നിയമിക്കാതിരുന്നത് കടുത്ത ദ്രോഹമാണെന്ന് സമരക്കാർ ആരോപിച്ചു. ജില്ലയിലെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം ഭാരവാഹികളും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. കോങ്ങാട് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. പുലാപ്പറ്റ അരിയാനിപ്പാടത്തെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി നശിപ്പിച്ചത്. പന്നികൾക്ക് പുറമെ മയിലുകളുടെ ശല്യം കൂടി വർദ്ധിച്ചതോടെ കൃഷി പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയാണെന്നും ഇനി അങ്ങോട്ട് നെൽകൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കർഷകർ ആവലാതിപ്പെടുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പന്നികളെ തുരത്താൻ വിവിധ മാർഗങ്ങൾ കർഷകർ പരീക്ഷിച്ചു നോക്കിയെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല. കാട്ടുപന്നികൾ ഇറങ്ങാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ കമ്പിവേലികൾ കെട്ടി തിരിച്ചിരുന്നെങ്കിലും കൂട്ടത്തോടെ എത്തുന്ന പന്നികൾ ഇവ തകർത്താണ് പാടത്തേക്ക് ഇറങ്ങുന്നത്. ഗ്രാമസഭകളിലും പഞ്ചായത്തിലും നിരന്തരം പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പ്രവീൺ താഴത്തുവീട്ടിൽ, രാമചന്ദ്രൻ പടിഞ്ഞാറേതിൽ, രാമകൃഷ്ണൻ പടിഞ്ഞാറേതിൽ, മോഹൻദാസ് തുടങ്ങി 35ഓളം കർഷകരുടെ 40 ഏക്കറോളം നെൽകൃഷിയാണ് ഈ ഭാഗത്തുള്ളത്. CCN ചത്തല്ലൂർ. സ്കൂളിലെ PTA യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത രക്ഷിതാക്കളെ തേടി അധ്യാപകർ വീട്ടുപടിക്കിലെത്തുന്ന വ്യത്യസ്തമായ പദ്ധതിയുമായി തിരുവിഴാങ്കുന്ന് CPIUP സ്കൂൾ. നാട്ടരങ്ങ് എന്ന പേരിൽ വൈകുന്നേരങ്ങളിലാണ് പ്രാദേശികമായി രക്ഷിതാക്കളുടെ യോഗവും പഠനോത്സവവും സംഘടിപ്പിക്കുന്നത്. ദൈനംദിന തിരക്കുകൾ കാരണം വിദ്യാലയത്തിൽ എത്തുവാൻ മടിക്കുന്ന രക്ഷിതാക്കൾക്കായി കോർണർ PTA എന്ന ആശയമാണ് സ്കൂൾ അധികൃതർ മുന്നോട്ട് വെച്ചത്. അമ്പലപ്പാറയിൽ നടന്ന ആദ്യ നാട്ടരങ്ങ് സംഗമം കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ദീപ ഷിൻഡോ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ പരിസരത്തെ 5 കേന്ദ്രങ്ങളിലായി വരും ദിവസങ്ങളിലും ഇത്തരം ഒത്തുചേരലുകൾ നടക്കും. പ്രധാന അധ്യാപകൻ ശ്രീവത്സൻ TS അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപ ഷിൻഡോയെ സീനിയർ അധ്യാപിക റഹിയാനത്ത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. അവരുടെ പഠനം എന്താണോ അന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് പഠിച്ചോ ഇല്ലേ എന്ന് നമ്മൾ വിലയിരുത്തിയിട്ട് അത് എന്തുകൊണ്ട് ആ കുട്ടി പഠിച്ചില്ല, അല്ലെങ്കിൽ എവിടെ ആ കുട്ടിയുടെ മാർക്ക് പോയി എന്ന് രക്ഷിതാക്കളും പണ്ടത്തെ പോലെയല്ല. രക്ഷിതാക്കളും അധ്യാപകരും പറഞ്ഞാൽ നല്ലൊരു കോണ്ടാക്റ്റാണ്. അവരുടെ ക്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ച പോലെയൊന്നുമല്ല. അപ്പം അങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പഠനം ഉയർത്താൻ സാധിക്കട്ടെ. പഠന മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ മൊമന്റോകൾ വിതരണം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ജയചന്ദ്രൻ ചത്തല്ലൂർ, PT എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞയമു, റഹിയാനത്ത് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫാരിസ് നടത്തിയ പ്രസംഗവും നൂറ ഫാത്തിമയും സംഘവും അവതരിപ്പിച്ച സംഘഗാനവും പരിപാടിക്ക് മാറ്റുകൂട്ടി. CCN ചത്തല്ലൂർ.
എടത്തനാട്ടുകരയിലും കാരാകുറിശ്ശിയിലും ഉണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റു. എടത്തനാട്ടുകര കോട്ടപ്പള്ള ആഞ്ഞിലങ്ങാടി റോഡിലെ MES പടി ജംഗ്ഷനിൽ 2 സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചായിരുന്നു ആദ്യ അപകടം. അപകടത്തിൽ എടത്തനാട്ടുകര അടിക്കുണ്ട് സ്വദേശി വാക്കയിൽ ഇസ്മായിലിന്റെ ഭാര്യയും മദ്രസ അധ്യാപികയുമായ സുലൈഖ, വട്ടമണ്ണപ്പുറം സ്വദേശി പാറോക്കോട് സഫ്രീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സുലൈഖയെ മാലാപ്പറമ്പ് സ്വകാര്യ മെഡിക്കൽ കോളേജിലും സഫ്രീനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിൽ കാരാകുറിശ്ശി അയ്യപ്പൻകാവ് പരിസരത്തായിരുന്നു രണ്ടാമത്തെ അപകടം. ബുധനാഴ്ച രാത്രി 10:15 നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാരാകുറിശ്ശി സ്വദേശിയായ യശോബ് എന്ന യുവാവിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN ചത്തല്ലൂർ. ആനമങ്ങാട് മണലായ റോഡിൽ ജൽജീവൻ മിഷന്റെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. അരമങ്ങല്ലി തോട്ടുപാലത്തിന് ചേർന്നുള്ള ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത്. മണ്ണിന്റെ അടി കൂടാറുണ്ട് കാര്യല്ലേ, കൊടുത്തം മുട്ടാലേ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിനടിയിലെ മണ്ണ് ഒലിച്ചു പോയതോടെയാണ് വലിയ കുഴി രൂപപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ നിലയിലായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയതോടെ പ്രദേശത്തെ കുടിവെള്ള വിതരണവും നിലച്ചു. CCN പെരിന്തൽമണ്ണ. തിരുവിഴാംകുന്ന് മുണ്ടക്കുന്ന് LP സ്കൂളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മികവുകൾ അംഗീകരിക്കുന്നതിനായി മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാനിർ മണലടി നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണോദ്ഘാടനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിജാസ് ഒതുക്കുംപുറം നിർവഹിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷാനീർ മണലടി, നിജാസ് ഒതുക്കുംപുറം എന്നിവരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. PTA വൈസ് പ്രസിഡന്റ് ഷമീർ തോണിക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പാചക മത്സരത്തിൽ സബ് ജില്ലാ തലത്തിൽ 2ാം സ്ഥാനം നേടിയ സ്കൂളിലെ പാചക തൊഴിലാളി ഉമൈബയെയും ജില്ലാതല ഉപന്യാസ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ PTA പ്രസിഡന്റ് റുക്സാനയെയും അനുമോദിച്ചു. കൂടാതെ വിവിധ ദിനാചരണങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച കവിതാ രചന, ക്വിസ് മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ നൽകി. ഹെഡ്മാസ്റ്റർ P. യൂസഫ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ റുക്സാന, സീനത്ത്, ഷംല, O. ബിന്ദു, K. ബിന്ദു, P. ഹംസ, ജിതേഷ് എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. റിട്ടയർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 17, 18 തീയതികളിൽ അരീക്കോട് നടക്കും. പരിപാടിയുടെ വിശദാംശങ്ങൾ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 3:15 നടത്തുന്ന അറബിക് സെമിനാർ ഡോക്ടർ AP ആരിഫ് സൈൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 4:30 സാംസ്കാരിക സമ്മേളനം ആര്യടൻ ഷൌക്കത്തും 7 മണിക്ക് ഇശൽ വിരുന്ന് KV അബൂട്ടിയും ഉദ്ഘാടനം ചെയ്യും. രാത്രി ലുക്മാൻ അരീക്കോടിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ ഗാനവിരുന്നും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന പ്രമേയ സമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹറ മമ്പാട് ഉദ്ഘാടനം ചെയ്യും. 3:30 നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധ സംഗീത സംവിധായകൻ KV അബുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. 18-ാം തീയതി ഡേ പ്രോഗ്രാം, അന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ 9:30 സമത്വം, സമന്വയം, സമാധാനം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രമേയ സമ്മേളനം നടക്കുകയാണ്. ആ പ്രമേയ സമ്മേളനം, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ET മുഹമ്മദ് ബഷീർ MP ആണ്. തുടർന്ന് അതിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്നു. ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയ ആളുകളാണ് ആ പ്രമേയ സമ്മേളനത്തിൽ തുറന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനമാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർക്കാണ്.
വാർത്താ സമ്മേളനത്തിൽ എൻ കുഞ്ഞിപ്പ, കെ അബ്ദുസലാം സുല്ലമി, ടി അബ്ദുറബ്, ഉബൈദുള്ള താനൂർ, എ മുഹമ്മദ് റഫീഖ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. MSM IGM സംസ്ഥാന സമിതികൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രൊഫൈൽ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ജനുവരി 18 ഞായറാഴ്ച തിരൂരങ്ങാടിയിൽ വെച്ച് നടക്കും. 1500-ലധികം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേകമായി ഒരുക്കുന്ന ഈ സംഗമത്തിൽ KNM മർക്കസ് ദവ സംസ്ഥാന പ്രസിഡന്റ് CP ഉമർ സുല്ലമി മുഖ്യാതിഥിയായിരിക്കും. വിദ്യാർത്ഥികളുടെ പഠനം, തൊഴിൽ, സാമൂഹിക ഉത്തരവാദിത്വം, വ്യക്തിജീവിതം, രാഷ്ട്രീയ അവബോധം, ധാർമ്മിക ചിന്തകൾ എന്നിവ ഉൾക്കൊള്ളുന്ന 10 വ്യത്യസ്ത സെഷനുകളിലായാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ബാക്ക്ഗ്രൗണ്ടുള്ള ഡൈവേഴ്സായ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1500-ൽ പരം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. പുതിയ കാലത്ത് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇന്ന് ഈ വിഭാഗം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ പഠനം, ജോലി, സാമൂഹിക ഉത്തരവാദിത്വം, വ്യക്തിജീവിതം, രാഷ്ട്രീയ അവബോധം, അതുപോലെ തന്നെ ധാർമ്മിക ബോധം തുടങ്ങിയിട്ടുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ജസീൻ നജീബ്, ഫഹീം പുളിക്കൽ, നദീർ കടവത്തൂർ, അസ്ന പുളിക്കൽ, ഐഷ ഹുദ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ലോക പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കോട്ടപ്പടി താലൂക്ക് ആശുപത്രി പരിസരത്താണ് ഘോഷയാത്ര സമാപിച്ചത്. മലപ്പുറം മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ മുസ്തഫ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഗൈഡ്സ് അംഗങ്ങൾ, റെഡ് വോളണ്ടിയേഴ്സ്, നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ആശാ വർക്കർമാർ, പാലിയേറ്റീവ് നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കൊപ്പം നഗരസഭാ കൌൺസിലർമാരും പരിപാടിയിൽ അണിനിരന്നു. പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു സംഘാടനം. ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ പാലിയേറ്റീവ് വിഭാഗത്തിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. മലപ്പുറം ലയൺസ് ക്ലബ് ഭാരവാഹികൾ 2 വാക്കറുകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ഭാരവാഹികൾ വീൽ ചെയറും ചടങ്ങിൽ വെച്ച് നൽകി. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാരിസ് ആമിയാൻ ചടങ്ങിൽ പങ്കെടുത്തു. തിരിച്ചു പിടിക്കും. ബാനർ കയറി പിടിക്കുക. CCN മലപ്പുറം. സർക്കാരിന്റെ വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ജനങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നതിനും ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനുമായി നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം ചേർന്നു. നമ്മുടെ വളരെ ചെറിയ നമ്മളെക്കാളും ജനസംഖ്യ 4-5 നമ്മുടെ ജില്ലകളിൽ പോലും നമ്മളെക്കാളും റെസ്പോൺസ് റെക്കോർഡ് ചെയ്യപ്പെടും. കാസർഗോഡിൻ്റെ കാര്യം നോക്കണം, വളരെ ചെറിയ പോപ്പുലേഷനുള്ള ജില്ല, നമ്മുടെ ഇടവന്തലുണ്ട്, നമ്മുടെ 4 ജില്ലകളുണ്ട്. അവിടുത്തെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 5417 വീടുകൾ വിസിറ്റ് ചെയ്തു. തൃശ്ശൂർ നമ്മളെക്കാളും പോപ്പുലേഷൻ കുറവുള്ള ജില്ലയാണ്. നമ്മളെക്കാളും 5451,000 വിസിറ്റ് ചെയ്യും. നമ്മളെക്കാളും ഒരു 50% കൂടുതലാണ്. അപ്പോൾ നമ്മുടെ യുവജനമണ്ഡലത്തിൻ്റെ ചാർജുള്ളവരും താഴത്തിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ്
ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ LSGD ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. പ്രാദേശിക വികസന ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് ഈ വിപുലമായ പഠന പരിപാടി ലക്ഷ്യമിടുന്നത്. വിവരശേഖരണത്തിനായി സന്നദ്ധതയറിയിച്ച കർമ്മസേനാംഗങ്ങൾ ഭവന സന്ദർശനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇതിനോടകം പരിശീലനം ലഭിക്കാത്തവർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ എത്രയും വേഗം സംഘടിപ്പിക്കണം. റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നും നിശ്ചിത തീയതിക്കകം കുറ്റമറ്റ രീതിയിൽ പഠന പരിപാടി പൂർത്തിയാക്കണമെന്നും സംസ്ഥാനതല നിർവഹണ സമിതി അംഗം A. ഗൗതമൻ യോഗത്തിൽ ഓർമ്മിപ്പിച്ചു. ജില്ലയിൽ 10,024 കർമ്മസമിതി അംഗങ്ങളെയാണ് ഈ പ്രവർത്തനത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 2026 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ സാമൂഹിക സന്നദ്ധ സേനാംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് വിവരശേഖരണം നടത്തുന്നത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തിക്കുന്നത്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റം. കൗൺസിൽ നടപടിക്രമങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അജണ്ട പല അംഗങ്ങൾക്കും നൽകിയില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. പ്രഥമ കൗൺസിൽ യോഗത്തിൽ തന്നെ രൂക്ഷമായ തർക്കമാണ് നടന്നത്. കൗൺസിൽ നടപടിക്രമങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രധാന അജണ്ടകൾ സപ്ലിമെന്ററി അജണ്ടയായാണ് എത്തിയതെന്നും സെക്രട്ടറിക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചു. അതേസമയം ജീവനം പദ്ധതിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് വൻ അഴിമതിയുണ്ടെന്നും അന്വേഷണം നടത്തുമെന്നും UDF ഭരണസമിതി യോഗത്തിൽ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ കലോത്സവത്തിലെ ജനകീയ ഇനമാണ് ഒപ്പന. പൂരനഗരിയായ തൃശൂരിൽ ഒപ്പനയുടെ കൈത്താളം മുഴങ്ങുമ്പോൾ പൂരത്തോളം ആവേശം സദസ്സിലും കാണാം. പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റം. കൗൺസിൽ നടപടിക്രമങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അജണ്ട പല അംഗങ്ങൾക്കും നൽകിയില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. സർക്കാരിന്റെ വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ജനങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നതിനും ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനുമായി നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം ചേർന്നു. മലപ്പുറം ജില്ലയോട് ആരോഗ്യവകുപ്പ് തുടരുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കോങ്ങാട് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. പുലാപ്പറ്റ അരിയാനിപ്പാടത്തെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി നശിപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.